നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 5ാമത്തെ ചാപ്റ്ററായ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ മൂലകങ്ങളും സംയുക്തങ്ങളും, യഥാർത്ഥത്തിൽ കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്ന 2ാമത്തെ യൂണിറ്റ്. ഫസ്റ്റ് യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞു, ഇത് 2ാമത്തെ യൂണിറ്റ്. അതിൻ്റെ 7ാമത്തെ പാർട്ടും ലാസ്റ്റ് പാർട്ടുമായിട്ടുള്ള വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം നോട്ട്സ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഇൻവെൻറ്റർ ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ? ആധുനിക ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഹെൻറി മോസ്ലി. ആരാണ്? ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടിക അല്ലെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഇൻവെൻറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഓൺ വാട്ട് ബേസിസ് ഡിഡ് ഹെൻറി മോസ്ലി ഡിസൈൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ? ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ഡിസൈൻ ചെയ്തത് അല്ലെങ്കിൽ രൂപകൽപ്പന ചെയ്തത് എന്തിൻ്റെ ബേസിസിലാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പർ അല്ലേ? അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്തത്. അടുത്തൊരു ക്വസ്റ്റ്യനെ, മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഹെൻറി മോസ്ലി കണ്ടെത്തിയത്? മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് ഹെൻറി മോസ്ലി കണ്ടെത്തിയത്? അല്ലെങ്കിൽ ഹെൻറി മോസ്ലി ഡിസ്കവേർഡ് ദാറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദെയർ. എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഹെൻറി മോസ്ലി കണ്ടെത്തിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആൻസർ തന്നെ. എന്തിനാണ്? അറ്റോമിക് നമ്പറിനെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് അല്ലേ? എലമെന്റ്സിന്റെ അല്ലെങ്കിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? അറ്റോമിക നമ്പറിനെ. ആറ്റംസ് ആർ മേഡപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ്. ആറ്റം ഏതെല്ലാം ചെറു കണങ്ങളാലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഏതൊക്കെ ചെറു കണങ്ങളാലാണ്? അല്ലെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ അകത്തുള്ള ടൈനി പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറു കണങ്ങൾ എന്തൊക്കെയാണ്? ആറ്റം എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഏതൊക്കെയാണ് ആറ്റത്തിൻ്റെ അകത്തുള്ള ചെറു കണങ്ങൾ? ഏതൊക്കെയാണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഏതൊക്കെയാണ്? ഇലക്ട്രോണുകൾ, പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ. ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ കൊണ്ടാണ് ആറ്റംസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റംസ് ഹാവ് എ സെൻറ്റർ കോൾഡ്. ആറ്റത്തിൻ്റെ കേന്ദ്രം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ആറ്റത്തിൻ്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. എന്താണ്? ന്യൂക്ലിയസ് എന്നാണ് അറിയപ്പെടുന്നത്. വിച്ച് ആർ ദ പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ ഇൻ ദ ന്യൂക്ലിയസ്? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഏതെല്ലാം കണങ്ങളാണ് കാണപ്പെടുന്നത്? ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന 2 കണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺസും ന്യൂട്രോൺസും. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണപ്പെടുന്നു. ന്യൂക്ലിയസിൻ്റെ പുറത്ത് ഉള്ള കണം അപ്പോൾ ഏതാണ്? പാർട്ടിക്കിൾ ഏതാണ്? അത് ഇലക്ട്രോൺസ് ആണ്. ന്യൂക്ലിയസിൻ്റെ പുറത്തുള്ളത് ഇലക്ട്രോൺസും ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ളത് പ്രോട്ടോൺസും ന്യൂട്രോൺസും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ ഇവയുടെ ചാർജ് എന്താണ്? വാട്ട് ഇസ് ദ ചാർജ് ഓഫ് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രോൺ? എന്താണ് പ്രോട്ടോണിൻ്റെ ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ്, ന്യൂട്രോണിൻ്റെ ചാർജ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിന് നോ ചാർജേ ഇല്ല. മനസ്സിലായോ? അപ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ്, ഇലക്ട്രോണിന് നെഗറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അറ്റോമിക് നമ്പർ? എന്താണ് അറ്റോമിക നമ്പർ എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമിക നമ്പർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണത്തെയാണ് നമ്മൾ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഇനി പ്രോട്ടോണിൻ്റെ എണ്ണവും ഇലക്ട്രോണിൻ്റെ എണ്ണവും ഈക്വലാണ്. അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്നൊരു ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഒരാറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അറ്റോമിക നമ്പർ എന്നും പറയാം കേട്ടോ. കാരണം എന്താണ്? ഒരാറ്റത്തിൽ എപ്പോഴും പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. സ്റ്റേറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, അത് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് പറയണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ഈസ് നോട്ട് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ഇറ്റ്. അതായത് ഒരാറ്റത്തിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം അതേ ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് തുല്യമല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു പ്രസ്താവന ശരിയോ തെറ്റോ? നമ്മൾ ഇത്തിരി നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഒരു പ്രസ്താവന ഇതേപോലെ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞ് ഈ ഒരു പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫോൾസ് ആണ്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരാറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാസ് നമ്പർ? എന്താണ് മാസ് നമ്പർ? അറ്റോമിക് നമ്പർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് മാസ് നമ്പർ. ദ മാസ് നമ്പർ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോൺസിൻ്റെ എണ്ണവും
അതുപോലെ ന്യൂട്രോൺസിൻ്റെ എണ്ണത്തിൻ്റെ ഒരു സമ്മ് അല്ലേ, ടോട്ടലാണ് എന്തെന്ന് പറയുന്നത് മാസ് നമ്പർ എന്ന് പറയുന്നത്. അതായത് പ്രോട്ടോണിൻ്റെ നമ്പർ എത്രയാണോ, പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണോ അത് പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം എത്രയാണോ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണോ അതാണ് മാസ് നമ്പർ. മനസ്സിലായോ മാസ് നമ്പർ എന്താണെന്ന്? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണങ്ങളുടെ തുകയാണ് മാസ് നമ്പർ എന്നറിയപ്പെടുന്നത്. എന്താണ് അറ്റോമിക നമ്പർ? അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണോ അതാണ് അറ്റോമിക നമ്പർ, അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് അതാണ് അറ്റോമിക നമ്പർ. മാസ് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണങ്ങളുടെ തുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം ഇലക്ട്രോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണങ്ങളുടെ തുകയും മാസ് നമ്പർ ആണെന്ന് പറയാം. മലയാളം മീഡിയംകാർക്കുള്ളത് ആറ്റത്തിലെന്നും കൂടെ എഴുതണേ. ഒരാറ്റത്തിലെ ആകെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണമാണ് മാസ് നമ്പർ എന്ന് എഴുതണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. ഈസ് ദെയർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ 2n ആൻഡ് n2? ഈ 2n n2 ഇവ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നൈട്രജൻ അല്ലേ, നൈട്രജൻ ആറ്റത്തിൻ്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിന് പകരം വേറെ ഏതെങ്കിലും മോളിക്യൂൾസ് യൂസ് ചെയ്തതും ചോദിക്കാം. ചിലപ്പോൾ ക്ലോറിൻ Cl2 അല്ലെങ്കിൽ 2Cl, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇവിടെ നോക്കിയോളൂ. 2n റെഫേഴ്സ് ടു ദ 2 ഫ്രീ നൈട്രജൻ ആറ്റംസ്. 2 ഫ്രീ നൈട്രജൻ ആറ്റം എന്നാണ് 2n റെഫർ ചെയ്യുന്നത്. മനസ്സിലായോ? 2n എന്ന് വെച്ചാൽ 2 ഫ്രീ നൈട്രജൻ ആറ്റം, 2 ഫ്രീ നൈട്രജൻ ആറ്റംസ് എന്നാണ്. ഇനി n2 റെഫേഴ്സ് ടു ദ നൈട്രജൻ മോളിക്യൂൾ ഫോംഡ് ബൈ 2 ആറ്റംസ്. 2 ആറ്റംസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു നൈട്രജൻ മോളിക്യൂൾ എന്നാണ് n2 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. n2 എന്ന് വെച്ചാൽ ഒരു നൈട്രജൻ മോളിക്യൂൾ, 2n എന്ന് വെച്ചാൽ 2 നൈട്രജൻ ആറ്റംസ്, അങ്ങനെ പറഞ്ഞാലും മതി. എന്താണ് 2n എന്ന് വെച്ചാൽ 2 നൈട്രജൻ ആറ്റംസ്, n2 എന്ന് വെച്ചാൽ 1 നൈട്രജൻ മോളിക്യൂൾ. അപ്പോൾ മലയാളം മീഡിയംകാർക്ക് എങ്ങനെ എഴുതാം? n2 എന്ന് വെച്ചാൽ ഒരു നൈട്രജൻ്റെ തന്മാത്ര, 2n എന്ന് വെച്ചാൽ 2 നൈട്രജൻ്റെ ആറ്റങ്ങൾ, 2 നൈട്രജൻ്റെ ആറ്റങ്ങൾ. മനസ്സിലായോ? ഇനി അതിൻ്റെ കൂടെ താഴെ ഒരു ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. 2n2, ഇവിടെ 2n2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? n2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൈട്രജൻ മോളിക്യൂളാണ്. അപ്പോൾ n2 എന്ന് മാത്രമാണെങ്കിൽ ഒരു നൈട്രജൻ മോളിക്യൂൾ, അപ്പോൾ 2n2 എന്ന് എഴുതിയിരുന്നാൽ 2 നൈട്രജൻ്റെ മോളിക്യൂൾ അല്ലേ. 2 നൈട്രജൻ മോളിക്യൂൾസ് അല്ലെങ്കിൽ 2 നൈട്രജൻ്റെ തന്മാത്രകൾ എന്നെഴുതണം. അടുത്ത നോക്കിയോളൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2n2? അപ്പോൾ 2n2 എന്ന് വെച്ചാൽ 2 നൈട്രജൻ മോളിക്യൂൾസ് അല്ലെങ്കിൽ 2 നൈട്രജൻ്റെ തന്മാത്ര എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ 2n2-ൽ എത്ര നൈട്രജൻ്റെ ആറ്റംസ് ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 2n2-ൽ എത്ര നൈട്രജൻ്റെ ആറ്റംസ് ഉണ്ടെന്നാണ്. നമുക്കറിയാം 2n2-ൽ എത്ര നൈട്രജൻ്റെ മോളിക്യൂൾ ഉണ്ട്? 2 നൈട്രജൻ്റെ മോളിക്യൂൾ, ഒരു n2 പിന്നെ രണ്ടാമത്തെ n2 അല്ലേ, 2 n2 ഉണ്ട് അല്ലേ. അപ്പോൾ അതായത് 2 നൈട്രജൻ്റെ മോളിക്യൂൾ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ഒരു n2-ൽ എത്ര നൈട്രജൻ്റെ ആറ്റംസ് ഉണ്ട്? ഒരാറ്റം, ഒരു നൈട്രജൻ്റെ ആറ്റം, രണ്ടാമത്തെ നൈട്രജൻ്റെ ആറ്റം. അതുപോലെ ഇവിടെ ഒരു നൈട്രജൻ്റെ ആറ്റം പിന്നെ രണ്ടാമത്തെ നൈട്രജൻ്റെ ആറ്റം. മനസ്സിലായോ? അപ്പം മൊത്തം എത്ര നൈട്രജൻ്റെ ആറ്റംസ് ഉണ്ട്? 1 2 3 4. എത്ര എണ്ണം ഉണ്ട്? 4 നൈട്രജൻ്റെ ആറ്റംസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2n2? 2n2-ൽ എത്ര ആറ്റംസ് ഉണ്ട്, ആകെ എത്ര ആറ്റങ്ങളുണ്ട് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? നോക്കുള്ളൂ. ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 2n2. 2n2-ലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ 2 × 2. ആദ്യത്തെ 2 എന്ന് പറയുന്നത് ആ മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ 2 എന്ന് പറയുന്നത് n2 എന്ന് എഴുതിയിട്ടില്ലേ, അവിടുത്തെ 2 ആണ്. അപ്പോൾ 2 × 2 4. മൊത്തം എത്ര ആറ്റംസ് ഉണ്ട്? 4 ആറ്റംസ് ആണ് ഉള്ളത്. അടുത്ത് നോക്കുള്ളൂ. എ മോളിക്യൂൾ ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് 2 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം. സോ എ മോളിക്യൂൾ ഓഫ് വാട്ടർ H2O. മനസ്സിലായോ? ഒരു വാട്ടർ മോളിക്യൂളിൻ്റെ അകത്ത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവുമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? നമുക്ക് H2O ഇങ്ങനെ എഴുതാം. കണ്ടോ? H2O. ഒരു ജലത്തിൻ്റെ തന്മാത്രയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും 1 ഓക്സിജൻ ആറ്റവും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഒരു ജലത്തിൻ്റെ തന്മാത്ര നമുക്ക് എങ്ങനെ സിംബലൈസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രതീകം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എങ്ങനെയാണ്? H2O. അവിടെ ആ 2 ചെറുതായിട്ട് എഴുതണം കേട്ടോ, H2O എന്ന് എഴുതണം. അടുത്തത് തന്മാത്രാ രാസസൂത്രം ഒരു പദാർത്ഥത്തിൻ്റെ ഒരു ഡാഷിനെ സൂചിപ്പിക്കുന്നു. കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ റെപ്രസെൻറ്റ്സ് 1 ഡാഷ് ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുല എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആ പദാർത്ഥത്തിൻ്റെ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്?
ഒരു മോളിക്യൂളിനെ അല്ലേ, ഒരു മോളിക്യൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൻ്റെ കെമിക്കൽ ഫോർമുല റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പദാർത്ഥത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ഒരു മോളിക്യൂളിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? തന്മാത്ര രാസസൂത്രം ഒരു പദാർത്ഥത്തിൻ്റെ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ റെപ്രസെൻറ്റ്സ് വൺ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ്, ആ പദാർത്ഥത്തിൻ്റെ ഒരു മോളിക്യൂളിനെ അല്ലെങ്കിൽ ഒരു തന്മാത്രയെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ അറ്റോമിസിറ്റി. എന്താണ് അറ്റോമികത എന്ന് പറഞ്ഞാൽ? അറ്റോമിസിറ്റി ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ എത്ര ആറ്റംസ് അടങ്ങിയിട്ടുണ്ട് എന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു വേർഡാണ് അറ്റോമിസിറ്റി. ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണമാണ് അതിൻ്റെ അറ്റോമികത എന്ന് പറയുന്നത്. അടുത്ത ഒരു ഡെഫിനിഷനാണ്, എന്താണ് ഏകാറ്റോമിക മൂലകം, ദ്വയാറ്റോമിക മൂലകം, ബഹു അറ്റോമിക മൂലകം? ഡിഫൈൻ മോണോറ്റോമിക് എലമെൻറ്റ്സ്, ഡയറ്റോമിക് എലമെൻറ്റ്സ് ആൻഡ് പോളി അറ്റോമിക് എലമെൻറ്റ്സ്. Elements that have only one atom in a molecule are called monoatomic elements. ഒരു എലമെൻറ്റിന് അതിൻ്റെ മോളിക്യൂളിൽ ഒരൊറ്റ ആറ്റേ ഉള്ളൂവെങ്കിൽ അതിനെയാണ് നമ്മൾ മോണോ അറ്റോമിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൽ 2 ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഡയാറ്റോമിക് എലമെൻറ്റ് എന്ന് പറയും. ഇനി എലമെൻറ്റ്സ് ദാറ്റ് ഹാവ് മോർ ദാൻ 2 ആറ്റംസ്, 2ൽ കൂടുതൽ ആറ്റംസ് ഒരു മോളിക്യൂളിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പോളി അറ്റോമിക് എലമെൻറ്റ് എന്ന് പറയുന്നത്. പോളി അറ്റോമിക് എലമെൻ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മോണോ അറ്റോമിക്, ഡയാറ്റോമിക്, പോളി അറ്റോമിക്. ഒരെണ്ണം ഉണ്ടെങ്കിൽ മോണോ അറ്റോമിക്, 2 ഉണ്ടെങ്കിൽ ഡയാറ്റോമിക്. 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ, ഒരു മോളിക്യൂളിൽ 2ൽ കൂടുതൽ ആറ്റംസ്, മോർ ദാൻ 2 ആറ്റംസ് ഇൻ എ മോളിക്യൂൾ ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? പോളി അറ്റോമിക് എലമെൻ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു തന്മാത്രയിൽ ഒരാറ്റം മാത്രമുള്ള മൂലകങ്ങളെ ഏകാറ്റോമിക മൂലകം എന്ന് വിളിക്കുന്നു. ഒരു തന്മാത്രയിൽ 2 ആറ്റങ്ങളുള്ള മൂലകങ്ങളെ ദ്വയാറ്റോമിക മൂലകം എന്ന് വിളിക്കുന്നു. ഒരു തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങളുള്ള മൂലകങ്ങളെ ബഹു അറ്റോമിക മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടേബിളാണ് തന്നിട്ടുള്ളത്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ടേബിളിൽ നമ്പർ ഓഫ് ആറ്റംസ്, അതിൽ എത്ര ആറ്റംസ് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ എഴുതണം. അതിനുശേഷം അതിനെ കാറ്റഗറൈസ് ചെയ്യണം. ഒരാറ്റം ആണെങ്കിൽ അതിന് നമ്മൾ മോണോ അറ്റോമിക് എന്ന് എഴുതണം. 2 ആറ്റംസ് ഉണ്ടെങ്കിൽ അതിനെ ഡയറ്റോമിക് എന്ന് എഴുതണം. ഇനി 2ൽ കൂടുതലാണെങ്കിൽ പോളി അറ്റോമിക് എന്ന് എഴുതണം. അങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതാനുള്ളത്. നമുക്ക് എഴുതി നോക്കാം. നോക്കിയോളൂ. ഒന്നാമത്തെ മോളിക്യൂൾ ഹീലിയം, He. അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 1. അപ്പോൾ അതിനെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? മോണോ അറ്റോമിക് എലമെൻറ്റ്. അടുത്തത് O2. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്കറിയാം O2 എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ അതെന്താണ്? അത് ഡയാറ്റോമിക് എലമെൻ്റ് ആണ്. ഇനി S8 സൾഫർ, അതിൻ്റെ അകത്ത് എത്ര ആറ്റം ഉണ്ട്? 8 ആറ്റംസ് ഉണ്ട് അല്ലേ? S8 എന്നല്ലേ കിടക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 8. അപ്പോൾ അതെന്താണ്? പോളി അറ്റോമിക് എലമെൻ്റ് ആണ്. കാരണം 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ട്, അതുകൊണ്ട് പോളി അറ്റോമിക് എലമെൻറ്റ്. അതുപോലെ താഴെയുള്ളത് H2 എന്ന് പറയുമ്പോൾ 2 ആറ്റംസ് ആണുള്ളത്, അപ്പോൾ അത് ഡയാറ്റോമിക്. P4 എന്ന് പറയുമ്പോൾ 4 ആറ്റംസ് ഉണ്ട്, അപ്പോൾ 2ൽ കൂടുതലാണ്, അതിനെ നമുക്ക് എന്ത് പറയാം? പോളി അറ്റോമിക് എലമെൻ്റ് എന്ന് പറയും. അടുത്ത Ne എന്ന് പറയുമ്പോൾ ഒരേ ഒരു ആറ്റേ ഉള്ളൂ, അപ്പോൾ അത് മോണോ അറ്റോമിക് എലമെൻറ്റ്. Cl2 2 ആറ്റംസ് ആണുള്ളത്, അതപ്പം ഡയാറ്റോമിക് എലമെൻറ്റ്. ആർഗണിൽ എത്രയാണ്? ഒരൊറ്റ ആറ്റേ ഉള്ളൂ, അപ്പോൾ അത് മോണോ അറ്റോമിക് എലമെൻറ്റ്. അടുത്തത് O3 എന്ന് പറയുമ്പോൾ ഓസോൺ എന്ന് പറയുമ്പോൾ 3 ആറ്റംസ് ഉണ്ട്, അപ്പോൾ അതെന്താണ്? പോളി അറ്റോമിക് എലമെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് He എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരൊറ്റ ആറ്റേ ഉള്ളൂ, അപ്പോൾ അതെന്താണ്? ഏകാറ്റോമിക മൂലകം. O2 എന്ന് പറയുമ്പോൾ 2 ആറ്റംസ് ഉണ്ട്, അപ്പം ദ്വയാറ്റോമിക മൂലകം. S8 എന്ന് പറയുമ്പോൾ 8 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ 2ൽ കൂടുതലാണ്, അപ്പോൾ അത് എങ്ങനെ പറയാം നമുക്ക്? ബഹു അറ്റോമിക മൂലകം എന്ന് പറയാം. H2 എന്ന് പറയുമ്പോൾ 2 എണ്ണം, അപ്പോൾ ദ്വയാറ്റോമികം. P4 എന്ന് പറയുമ്പോൾ 4 എണ്ണം ഉണ്ട്, അപ്പോൾ അത് ബഹു അറ്റോമിക മൂലകം. അടുത്ത നിയോൺ, അവിടെ ഒരൊറ്റ എണ്ണേ ഉള്ളൂ, അത് ഏകാറ്റോമിക മൂലകം. Cl2 എന്ന് പറയുമ്പോൾ 2 എണ്ണം, അപ്പോൾ ദ്വയാറ്റോമികം. Ar എന്ന് പറയുമ്പോൾ 1 എണ്ണം, അതപ്പോൾ ഏകാറ്റോമികം. O3 എന്ന് പറയുമ്പോൾ 3 എണ്ണം ഉണ്ട്, അപ്പോൾ അത് 2ൽ കൂടുതലാണ്, അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം? ബഹു അറ്റോമിക മൂലകം എന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ മെനി ആറ്റംസ് കണ്ടെയ്ൻസ് ഇൻ എ ഗ്ലൂക്കോസ് മോളിക്യൂൾ? ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഒരു ഗ്ലൂക്കോസിൻ്റെ തന്മാത്രയിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്താണ്? C6H12O6 അല്ലേ? ഗ്ലൂക്കോസിൻ്റെ തന്മാത്രാവാക്യം എന്താണ്? C6H12O6. അപ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ തന്മാത്രയിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ C6H12O6 ഇതാണ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെ ആറ്റംസ് ഉണ്ട്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. കാർബൺ എത്ര എണ്ണം ഉണ്ട്? C6 എന്നാണ് എഴുതിയേക്കണം, അപ്പോൾ കാർബൺ 6 എണ്ണം. H12 എന്നാണ് എഴുതിയേക്കണം, അപ്പോൾ ഹൈഡ്രജൻ 12 എണ്ണം. അടുത്ത ഓക്സിജൻ 6 O6 എന്നാണ് എഴുതിയേക്കണം, അപ്പോൾ ഓക്സിജൻ 6 എണ്ണം. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി.
ഒരു ഗ്ലൂക്കോസ് തന്മാത്രയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യണം? 6 + 12 + 6 എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24. അപ്പോൾ ഒരു ഗ്ലൂക്കോസിൻ്റെ മോളിക്യൂളിൽ 24 ആറ്റംസ് ആണ് ഉള്ളത്. അതിൽ തന്നെ 6 കാർബൺ ആറ്റംസ്, 12 ഹൈഡ്രജൻ ആറ്റംസ്, 6 ഓക്സിജൻ ആറ്റംസ്. ഇങ്ങനെയാണ് നമുക്കതിനെ ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇനി അതേപോലെ ദാ ഇവിടെ തന്നിട്ടുണ്ട് കുറച്ച് സബ്സ്റ്റൻസ്, അവയിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് ആറ്റംസ്, ഇങ്ങനെ ദാ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? ഇത് നമുക്ക് ചെയ്ത് നോക്കണം. H2 എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഒരു മോളിക്യൂൾ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 1 × 2 എത്രയാണ്? 2. അടുത്തത് 5O2. അപ്പോൾ അവിടെ ഓക്സിജൻ എന്ന് പറയുന്ന എത്ര മോളിക്യൂൾസ് ഉണ്ട്? 5 ഓക്സിജൻ്റെ മോളിക്യൂൾസ് ആണുള്ളത്. കാരണം 5O2 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ 5 മോളിക്യൂൾസ് ഉണ്ട്. ഇനി എൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ 5 ആദ്യം എഴുതുക, മോളിക്യൂളിൻ്റെ എണ്ണം, ഇൻറ്റു O2 എന്നല്ല എഴുതിയേക്കണത്. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ 5 × 2 എത്ര എണ്ണമാണ്? 10. അപ്പോൾ ഓക്സിജൻ്റെ 5O2ൽ 10 ഓക്സിജൻ ആറ്റംസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്ത 6N2. അപ്പോൾ അവിടെ എത്ര N2ൻ്റെ മോളിക്യൂളുണ്ട്? നൈട്രജൻ്റെ എത്ര മോളിക്യൂളുണ്ട്? 6 നൈട്രജൻ്റെ മോളിക്യൂൾസ് ആണുള്ളത്. ഇനി അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? അപ്പോൾ 6 × N2 എന്നാണ് എഴുതിയിട്ട്. അപ്പോൾ 6 × 2 അപ്പോൾ എത്രയാണ്? 12. അപ്പോൾ 6N2ൽ 12 നൈട്രജൻ ആറ്റംസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി 4Cl2 അല്ലേ? അപ്പോൾ ഇവിടെ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 4 ക്ലോറിൻ്റെ മോളിക്യൂൾസ് ആണുള്ളത്. 4 ക്ലോറിൻ്റെ മോളിക്യൂൾസ്. അപ്പോൾ 4. ഇനി അതിൻ്റെ അകത്ത് എത്ര ആറ്റംസ് ഉണ്ട്? അപ്പോൾ 4 × Cl2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 4 × 2 എത്ര വരും? 8. അപ്പോൾ 8 ആറ്റംസ് ആണുള്ളത്. ഇനി S8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര സൾഫറിൻ്റെ ആറ്റംസ് ഉണ്ട്, മോളിക്യൂൾസ് ഉണ്ട്? സൾഫറിൻ്റെ എത്ര മോളിക്യൂൾസ് ആണ് അവിടെ ഉള്ളത്? ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ്? ഒരൊറ്റ സൾഫർ മോളിക്യൂളേ ഉള്ളൂ അല്ലേ? ഒരു സൾഫർ മോളിക്യൂളേ ഉള്ളൂ. അവിടെ 2S8 എന്നാണ് എഴുതിയിരുന്നെങ്കിൽ 2 സൾഫർ മോളിക്യൂൾസ് ഉണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു. 3S8 എന്നാണ് എഴുതിയിരുന്നെങ്കിൽ 3 സൾഫർ മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ വെറുതെ S8 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു സൾഫർ മോളിക്യൂളേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്തുള്ള ആറ്റംസ്, നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുമ്പോൾ 1 × എത്ര? S8 എന്നല്ലേ? അപ്പോൾ 8. അപ്പോൾ 1 × 8 8. അപ്പോൾ സൾഫറിൻ്റെ 8 ആറ്റംസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി ഇവിടെ 2S8 എന്നായിരുന്നു നമുക്ക് തന്നിരുന്നത്. 2S8 എന്നാണ് തന്നിരുന്നതെങ്കിൽ അവിടെയുള്ള സൾഫറിൻ്റെ ടോട്ടൽ ആറ്റംസ് എത്രണ്ണമാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണേ. കാർബൺ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. കാർബണും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. വാട്ട് ആർ ദ റിയാക്റ്റൻസ് ഇൻ ദിസ് റിയാക്ഷൻ? ഈ റിയാക്ഷനിലെ റിയാക്റ്റൻസ് ആരൊക്കെയാണ്? വാട്ട് ആർ ദ പ്രോഡക്ട്സ്? ഈ റിയാക്ഷനിലെ പ്രോഡക്ട്സ് എന്താണ്? ഹൗ ഡു യു റൈറ്റ് ദ റിയാക്റ്റൻസ് യൂസിങ് കെമിക്കൽ ഫോർമുല? കെമിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് റിയാക്റ്റൻസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഹൗ എബർ പ്രോഡക്ട്സ്? ഈ പ്രോഡക്ട്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിവിടെ നോക്കാം ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും എന്നുള്ളത്. മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കൊടുത്തിട്ടുണ്ടേ. ഫസ്റ്റ് നമുക്കിവിടെ റിയാക്റ്റൻസ് ആരൊക്കെയാണെന്നാണ്. അപ്പോൾ കാർബണും ഓക്സിജനുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്, അല്ലെങ്കിൽ കാർബണും ഓക്സിജനുമാണ് ഇവിടുത്തെ അഭികാരകങ്ങൾ അല്ലേ? അഭികാരകങ്ങൾ ആരൊക്കെയാണ്? കാർബണും ഓക്സിജനും, അല്ലെങ്കിൽ റിയാക്റ്റൻസ്. ഇനി ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടുത്തെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം. ഇനി അതിനെ നമുക്ക് എങ്ങനെ കെമിക്കൽ ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യാം? C+O2 ഗീവ്സ് എന്താണ്? CO2. കണ്ടോ? C+O2 ഗീവ്സ് CO2. അതിൽ സിയും O2ഉം ആണ് റിയാക്റ്റൻസ് അല്ലെങ്കിൽ അഭികാരകങ്ങൾ. CO2 എന്നുള്ളതാണ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം. അപ്പം നമ്മുടെ ആ ഒരു യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ നമ്മുടെ ലെറ്റേഴ്സസ് സോൾവിംഗ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒക്കെ. അപ്പോൾ ആ യൂണിറ്റ് കംപ്ലീറ്റ് തീർന്നിരിക്കുകയാണ്. താങ്ക് യു.